ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു അടിപൊളി ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക. അതിനുശേഷം ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഫ്ലവറിൻ്റെ ഇതളുകളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതളുകൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഓരോരോ ഇതളുകളും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം. പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. അത് ടിഷ്യൂ പേപ്പർ കീറിപ്പോവാതെ നന്നായിട്ട് ശ്രദ്ധിച്ചൊട്ടിക്കുക. പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ശേഷം അതിൻ്റെ സൈഡിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ വൈറ്റ് കളറാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് കുറച്ച് പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് നമുക്കിനി റെഡ് ഷെയ്ഡ് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഉണങ്ങാനായിട്ട് വെക്കണം. ആ ടൈമിൽ നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള ബോട്ടിലിൻ്റെ അടപ്പില്ലേ, അത് ഊരിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലൊന്ന് വളച്ചെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ കൂടി ഇതുപോലെ ആ ബോട്ടിലിൻ്റെ അടപ്പൊന്ന് കടത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അത് ഒട്ടിച്ചതിന് ശേഷം പഴയതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഗ്രീൻ കളർ ടേപ്പ് ഇതുപോലെ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. അധികം വലിപ്പം വേണ്ട, ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചുരുട്ടിയെടുത്താൽ മതി ഇതുപോലെ. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതൊന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതും ബ്ലാക്ക് കളർ ബീഡ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് ഉണങ്ങിയതിന് ശേഷം അതിന് ഞാൻ റെഡ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാനായിട്ട് കുറച്ച് ഇലയും കൂടെ ഉണ്ടാക്കിയെടുക്കാം.
ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ ഇലയുടെ ബാക്കിലൊക്കെ ഇതുപോലെ കട്ടി കുറഞ്ഞ കമ്പി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കമ്പി ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇനി നമുക്ക് ഈ ഇലയൊക്കെ ഫ്ലവറിൽ ഒന്ന് ഇതുപോലെ ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറാണെന്ന് കണ്ടാൽ പറയത്തേയില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.